ഇന്നലെ വരെ 777 പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോഴത്തേനും 776 പേര്. ഒരാളിന്റെ ഇടയിൽ കൂടെ എങ്ങാണ്ട് മുങ്ങി. ഈ ഒരാൾ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തോറ്റോടിയെന്നോ അല്ലെങ്കിൽ എന്റെ ചാനൽ നിർത്തി പോകുന്നോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഇനിയും വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ആദ്യമൊക്കെ വിചാരിച്ചു തമാശയായിരിക്കും ഇഷ്ടം എന്ന് വിചാരിച്ചു തമാശ പറഞ്ഞു നോക്കി, ഏറ്റില്ല. പിന്നെ വിചാരിച്ചു കുടുംബ പ്രശ്നങ്ങളും കരച്ചിലും പേച്ചിലൊക്കെ ഇഷ്ടമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് ചെയ്തു നോക്കി. പക്ഷെ അതിലും പച്ച പിടിച്ചില്ല. പിന്നെ വിചാരിച്ചു മോട്ടിവേഷൻ ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. മോട്ടിവേറ്റ് ചെയ്ത് നോക്കി. ഞാൻ ഒട്ടിത്തഴിഞ്ഞതല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടായില്ല. പിന്നെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുന്നു. ഇതിലൊരു 3-4 ഫ്രണ്ട്സോളം എന്നോട് പറഞ്ഞു വീഡിയോ നിർത്തരുത്, വീഡിയോ നിർത്തി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഒരു ശോകാവസ്ഥയിലേക്ക് പോകും, അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. പലർക്കും യൂട്യൂബാണ് ഒരു പ്രതീക്ഷ. അതുകൊണ്ട് മേഡം വീഡിയോ ഇടുന്നത് നിർത്തി കഴിഞ്ഞാൽ യൂട്യൂബിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു കേസ് ഞാൻ കേട്ടതിന് ശേഷം വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത്. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. ഒത്തിരി പേര് കൊഴിഞ്ഞു പോയതാണ്. എന്താണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവത്തില്ല. പിന്നെ കണ്ണും കിറിയും ഒക്കെ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ കുഴപ്പമാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. സൗന്ദര്യത്തെ ആരാധിക്കുന്ന ഒരുപാട് പേര് കാണും. സൗന്ദര്യം ഇതിനകത്ത് കിട്ടത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ വളവളാന്നുള്ള സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ വന്ന് കയറി കണ്ടിട്ട് പോകാം. താങ്ക് യു.